ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 VHSC മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 1 ബാക്കി കുറച്ച് വരുന്ന ഭാഗങ്ങളാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫസ്റ്റ് വീഡിയോയിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് വരെയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ കൂടുതലായിട്ട് വരുന്നത് 4 പോയിൻ്റാണ്. മാർജിൻ റിക്വയർമെൻറ്റ്, മോറൽ സ്വേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, ക്രെഡിറ്റ് റേഷനിങ്. ഈ 4 വഴികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് RBIക്ക് നമ്മുടെ രാജ്യത്തുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മാർജിൻ ആവശ്യകത, ധാർമ്മികത പ്രേരണ പ്രത്യക്ഷ നടപടി, ക്രെഡിറ്റ് റേഷനിങ്, ഇവയിലൂടെയാണ് നമ്മുടെ പണത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ RBI നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെയാണ്. അടുത്തത് വരുന്നത് ഫിസ്ക്കൽ പോളിസി എന്താണെന്നാണ്. ഇക്കണോമിക് പോളിസി രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മോണിറ്ററി പോളിസി, അതുപോലെ ഫിസ്ക്കൽ പോളിസി മെയിനായിട്ട് വരുന്നത്. പിന്നെ ഫോറിൻ ട്രേഡ് പോളിസി, ലൈസൻസ് പോളിസി, ടെക്നോളജി പോളിസി, പ്രൈസ് പോളിസി ഒക്കെ ഇക്കണോമിക് പോളിസീസ് ആണ്. മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണം. അതിൽ രണ്ടാമത്തെയാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരണം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ടാക്സേഷനും, അതിലൊക്കെ ഗവൺമെൻറ് വരുത്തുന്ന കൺട്രോളാണ്. നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ ഒഴുക്ക് ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളാണ് ഇതിൽ വരുന്നത്, ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദി കൺട്രി ഇൻക്ലൂഡ് ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ വരവ് ചെലവ് നയം, നികുതി നയം, പൊതുചെലവ് നയം, പൊതുകടം എന്നിവയാണ് ഉള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. ജനങ്ങളുടെ അടുത്ത് എക്സസ് മണി സപ്ലൈ ഉണ്ട് എങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? പൊതുചെലവുകൾ കുറയ്ക്കും, ടാക്സ് പിരിക്കേണ്ടത് കൂട്ടും, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറുകൾ കുറയ്ക്കും, ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടും. അപ്പോൾ ജനങ്ങളിലുള്ള അമിതമായിട്ടുള്ള പണത്തിൻ്റെ സപ്ലൈ, മണി സപ്ലൈ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മണി സപ്ലൈ കുറവുള്ള അവസ്ഥയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് കുറയ്ക്കും. ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ വരുമാനമാണ് ടാക്സ്. ആ ടാക്സ് കുറയ്ക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? പബ്ലിക് എക്സ്പെൻഡിച്ചറുകൾ കൂട്ടും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയിൽ 4 വരുന്നുണ്ട്. ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി, പബ്ലിക് ഡെപ്റ്റ് പോളിസി, ഡെഫിസിറ്റ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഫിസ്ക്കൽ പോളിസി മെയിൻ എന്താണെന്ന് നോക്കി വയ്ക്കുക. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. മോണിറ്ററി പോളിസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തോർക്കണം? RBIയുടെ ഇടപെടലുകളാണ്. ഒരു രാജ്യത്തിൻ്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBIയുടെ മെഷേഴ്സാണ് മോണിറ്ററി പോളിസി. ഒരു രാജ്യത്തിൻ്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സാണ് ഫിസ്ക്കൽ പോളിസി. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് ജസ്റ്റ് നോക്കാം ഫോറിൻ ട്രേഡ് പോളിസി എന്താണ് ഫോറിൻ ട്രേഡ് പോളിസി? ഒരു രാജ്യത്ത് നടക്കുന്ന ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിലെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ത്? ഫോറിൻ ട്രേഡ് പോളിസി, വിദേശ വ്യാപാര നയം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സാധ്യത നിർണ്ണയിക്കുന്നു. ലൈസൻസിങ് പോളിസി, ലൈസൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 വരെ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു? ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. അപ്പോൾ ഇന്ത്യക്കകത്ത് മാത്രമായിരുന്നു അവിടെ വ്യാപാരം നടത്തിയിരുന്നത്. അപ്പോൾ 1991 വരെ ഇന്ത്യ വളർച്ച നിയന്ത്രിക്കുന്നതിന് ലൈസൻസിങ് നയം സ്വീകരിച്ചു. ലൈസൻസിങ് പോളിസി, ദ പോളിസി ഓഫ് യൂസിങ് മോഡേൺ ടെക്നിക് ഇൻ ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ലൈസൻസിങ് നടത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുതിയ ടെക്നിക്കുകളുടെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടെക്നോളജി നമുക്ക് ഏറ്റെടുത്ത് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ലൈസൻസിങ് പോളിസി ഒരു നയമാണ്. ടെക്നോളജി പോളിസി, ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ എന്ത് ചെയ്യുക? ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന നയം, അതിനെക്കുറിച്ചുള്ള നയമാണ് എന്ത്? ടെക്നോളജി പോളിസി. പ്രൈസ് പോളിസി refers to regulations that government has in place in country. Government protect people's interest through pricing policy. ഒരു പരിധിയിൽ കൂടുതൽ വില കൂടാതിരിക്കാനും ഒരു പരിധിയിൽ താഴെ വില കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഇത്. ഏതിൽ വരുന്നത്? പ്രൈസിങ് പോളിസിയിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. മോണിറ്ററി പോളിസിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ്? ദർ ഇസ് എ ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്.
നമ്മുടെ രാജ്യത്തെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതിയും തമ്മിൽ എന്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. എപ്പോഴെപ്പോഴും നമ്മുടെ രാജ്യത്തെ ഇക്കോണമിയിൽ വരുന്നൊരു മാറ്റം നമ്മുടെ ബിസിനസ്സിലും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ആണ് ഇത് രണ്ടും തമ്മിൽ. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, എന്തൊക്കെയാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ? ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. നമ്മുടെ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ ഭീഷണികൾ, എന്തൊക്കെയാണ് നമ്മുടെ അവസരങ്ങൾ എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. പിന്നെ പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ ഗ്രോത്ത്, വളർച്ചയ്ക്കുള്ള ദിശാബോധം നൽകും. ഏത് റൂട്ട്, ഏത് വഴി നമ്മൾ സെലക്ട് ചെയ്യണം നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ, ഗ്രോത്ത് ഉണ്ടാവാൻ. കണ്ടിന്യൂസ് ലേണിംഗ് ആണ്, തുടർച്ചയായ പഠനം സാധ്യമാവും. ഇമേജ് ബിൽഡിംഗ്, നല്ല ഒരു ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സുകളെ സഹായിക്കും. മീറ്റിംഗ് കോമ്പറ്റീഷൻ, ഈ നമ്മുടെ മത്സരം, മത്സരങ്ങളുണ്ട്, കോമ്പറ്റീഷൻ, നമ്മുടെ സെയിം ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്നവരുമായിട്ടുള്ള മത്സരം നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും, അവരായിട്ട് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റും. ഐഡൻറ്റിഫൈ ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമ്മുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം. ഇറ്റ് ഈസ് എ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. നമ്മുടെ ഈ ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ പണമൂല്യം അല്ലെങ്കിൽ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നാഷണൽ ഇൻകം എന്ന് വെച്ചിട്ട് എന്താ, നമ്മുടെ രാജ്യത്തിൽ ഈ വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫുൾ എമൗണ്ട്, ആകെ തുകയെ നമുക്ക് എന്ത് പറയാം, നാഷണൽ ഇൻകം എന്ന് പറയാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് കോൺസെപ്റ്റ് ഇൻ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു കാര്യം മനസ്സിലോർക്കുക, എന്തിൻ്റെയും നെറ്റ് കാണണമെങ്കിൽ അതിൻ്റെ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോൾ ആദ്യം എന്താ നോക്കാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP, മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് ദി ഇയർ. നമ്മുടെ രാജ്യത്തിനകത്ത്, നമ്മുടെ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ഡൊമസ്റ്റിക് എന്ന ടേം ഒന്ന് ഓർക്കുക. ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ഈ വർഷത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. ഇനി GDP at കോൺസ്റ്റൻറ്റ് പ്രൈസും കറണ്ട് പ്രൈസും ഉണ്ട്. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് കറണ്ട് പ്രൈസ് ഈസ് കോൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് കറണ്ട് പ്രൈസ്. നമ്മുടെ ഇപ്പോഴത്തെ വില, നിലവിലുള്ള വിലയിലാണ് നമ്മൾ GDP കാണുന്നതെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസ് എന്ന് പറയും. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ എ കോൺസ്റ്റൻറ്റ് പ്രൈസ് ബേസിസ് യൂസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. സം ബേസ് ഇയറിൻ്റെ ഇതിലാണ് ഒരു ഇയർ ബേസ് ആക്കി എടുത്തിട്ടുണ്ടാവും. ആ പ്രൈസിലാണ് നമ്മൾ GDP കാണുന്നതെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് പ്രൈസ്. ഇപ്പോഴത്തെ വിലയിലാണ് നമ്മൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കി GDP കാണുന്നതെങ്കിൽ അത് കറണ്ട് പ്രൈസ്. അത് അത്രയധികം വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. GDP അറ്റ് ഫാക്ടർ കോസ്റ്റും GDP അറ്റ് മാർക്കറ്റ് പ്രൈസും ഉണ്ട്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NTP, ഞാൻ പറഞ്ഞിരുന്നു എന്തിൻ്റെയും നെറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോൾ വെൻ വി ഡിഡക്റ്റ് ഡിപ്രീസിയേഷൻ ഫ്രം GDP വി ഗെറ്റ് NTP. ഗ്രോസിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് എന്ത് കിട്ടി, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, എന്തിൻ്റെയും നെറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അടുത്തതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP. ഒരു കാര്യം കൂടി വരും, ഇറ്റ് ഈസ് എ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽസ് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്ത് അകത്ത് മാത്രമല്ല, ഒരുപാട് പേര് പുറമെ പോയിട്ട് ജോലി ചെയ്യുന്നില്ലേ, അവരൊക്കെ അയക്കുന്ന വരുമാനം കൂടെ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട്. അപ്പോൾ നാഷണൽസ്, ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്യുക. GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, പുറമേ നിന്ന് നമുക്ക് വരുന്ന വരുമാനം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, GNP കിട്ടും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനകത്ത്, നാഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള വരുമാനം കൂടി കൂട്ടുക GDPയുടെ കൂടെ, അപ്പോൾ GNP കിട്ടി. അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്.
GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.